ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ. അപ്പോൾ ഞാൻ അസുരംസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കടന്നു. ഫാത്തിമക്കുട്ടനെ വിളിച്ചിട്ട് വന്നിട്ട് നിസ്കരിച്ച് കുറച്ച് നേരം കടന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം കടന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ എണിച്ചു, തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, എടുത്ത് പിന്നെ ഞാൻ രാവിലെ പിന്നെ മുറ്റൊക്കെ അടിച്ചുകൊണ്ട് വൈകുന്നേരം പിന്നെ അത്ര ഇലകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതാ അങ്ങനെ തുണികളൊക്കെ എടുത്ത് വെച്ച് റജിക്കുട്ടി ചായ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റജിക്കുട്ടിക്കും ഫാത്തിമക്കുട്ടിക്കും ചായ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് കൂട്ടുകാരൻ്റെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ ആദ്യം അത് ചോദിക്കണം വിട്ടുപോയിട്ടാ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് എന്താ പറയുക പൊട്ട വീഡിയോക്ക് ഇഷ്ടമാവുണ്ടോ എന്തോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കാണുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണുക, ഉള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഇടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകളൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് ഒരേ പേടിയും ടെൻഷനൊക്കെയാണ് കേട്ടോ. എന്താവോ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാവോ എന്നുള്ളൊരു പേടി. പിന്നെ ഇതാ കുട്ടിക്ക് ചായ വെച്ച് കൊടുക്കണം ഞാൻ. ഇപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു രാവിലത്തെ, അപ്പോൾ വൈകുന്നേരം ചായ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവൾ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പനി കേട്ടോ റിജിക്കുട്ടിക്ക്. അതുകൊണ്ട് അംഗനവാടിക്കൊന്നും വിട്ടില്ല. 2 ദിവസം അംഗനവാടി പോയതിന് 3ൻ്റെ അന്ന് അവൾക്ക് പനി വന്നു കേട്ടോ. തണുത്ത വെള്ളമൊക്കെ ഒത്തിരി കുടിച്ചിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അന്ന് മറ്റേ നാരങ്ങയിൽ ജ്യൂസ് തണുപ്പിച്ചിട്ടാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ജലദോഷമൊക്കെ വന്നു. ജലദോഷം പിന്നെ അങ്ങനെ ഇല്ല, കാര്യമായിട്ട് പനി രാത്രി നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ കുട്ടികൾക്ക് പിന്നെ തണുപ്പടുത്ത് കൂടെ പോകുമ്പോഴത്തേനും പനിയും ജലദോഷമൊക്കെ വരും. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. എനിക്ക് മക്കൾക്ക് പനി വന്ന ആകെ പേടി കേട്ടോ. പിന്നെ ഇതാ റിൻഷിമോളും റഹീസ് കുട്ടിയൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. റഹീസ് കുട്ടിക്കും ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പിന്നെ അവനിക്ക് പിന്നെ മരുന്ന് കൊടുത്തപ്പം മാറി കേട്ടോ. പിന്നെ ഇതാ റിയാസ്ക്കും വന്നിട്ടുണ്ടായിരുന്നു. റിയാസ്ക ഇനിയിപ്പോൾ റിൻഷിമോളിനെ മദ്രസക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാട്ടോ. അങ്ങനെ ഓട്ടം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇത്തിരി ചോറൊക്കെ വയ്ക്കും, ചായയൊക്കെ കുടിക്കും. എന്നിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ റിൻഷിമോളിനെയും കൊണ്ട് മദ്രസയിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷെയിൽത്താത്ത ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ചെടി വെച്ച് താടി പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ റോസാ ചെടിയൊക്കെ വെച്ചാൽ നിറയെ റോസാപ്പൂ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഷെയിൽത്താത്ത ചട്ടിയൊക്കെ വാങ്ങി മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്ത് കുറച്ച് മണ്ണൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും കേട്ടോ, ഷെയിൽത്താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് റിയാസ്ക്ക് വന്നപ്പോൾ ഫാത്തിമാനെയും കുട്ടികളെയൊക്കെ അവിടെ ആക്കിയിട്ട് റഹീസ് കുട്ടി എൻ്റെ പിന്നാലെ സൈക്കിളിൽ വരുന്നുണ്ടോ. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ട്, റഹീസ് കുട്ടി കളിക്കുന്ന സൗണ്ടാണ് കേട്ടോ. പിന്നെ തൊടിയൊക്കെ കണ്ടോ, എല്ലാ മരങ്ങളും പോയപ്പോൾ നല്ല വെളിച്ചം, എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള വീടുകളൊക്കെ നല്ല ഭംഗി, പുതിയതായിട്ട് വന്ന വീടായത്. ആദ്യമൊക്കെ ഒരു ഓട്ട് വരെയായിരുന്നു ഇവിടെ, പുതിയ വീടൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ പുതിയ റോഡും ഒക്കെ വന്നല്ലോ. അപ്പോൾ റിജിക്കുട്ടി എൻ്റെ പിന്നാലെ തൊങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞാനും ചെടി വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. പിന്നെ മണ്ണൊക്കെ നിറച്ച് നമ്മുടെ അപ്പുറത്ത് ഷെയിൽത്താൻ്റെ തൊട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അന്ന് ഞാൻ കാണിച്ചിട്ടായിരുന്നു വീഡിയോയിൽ. അവിടുത്തെ മണ്ണങ്ങ് എടുത്ത് ചട്ടിയിലാക്കി ഞാൻ തന്നെ വെച്ച് കൊടുത്തുട്ടാ. കുറച്ച് കറിവേപ്പിലയും മുല്ലയാണ് കേട്ടോ, നമ്മുടെ അടിപൊളി മുല്ലയും കറിവേപ്പിലയൊക്കെയാണ്. പിന്നെ റോസാ ചെടി ഇനി കുറച്ച് വെച്ച് കൊടുക്കണം. അപ്പം ഞാനത് വെച്ച് കൊടുത്തിട്ട് ആനെ അങ്ങോട്ട് വന്നു കേട്ടോ. ഈ നേരമായി നമ്മുടെ റോട്ടിൽ പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ അതിന് റിൻഷിമോളും എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു. ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടോ ഒന്ന് നടക്കാൻ. മരങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാണ് തൊടിയത്തെ. ഞാൻ അങ്ങനെ ഷെയിൽത്താത്താക്ക് ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വന്നു കേട്ടോ. അപ്പത്തിനും ഇനിയിപ്പോൾ വാങ്ങി കൊടുക്കാനൊക്കെ ആയി. പോയിട്ട് നിസ്കാരവും കാര്യമൊക്കെ തുടങ്ങണം. ഇപ്പോൾ റിൻഷിമോളിപ്പോൾ മദ്രസക്ക് പോയിട്ട്. ഇന്ന് കാര്യമായിട്ട് കിച്ചണിൻ്റെ ഒന്നും പണിയില്ല. പരിപ്പ് കറിയും അച്ചാറും പപ്പടമൊക്കെ തന്നെ. ഇന്നും ഞാൻ പരിപ്പിച്ചാറാട്ടോ വെച്ചത്. പിന്നെ വന്നിട്ട് ഞാൻ ഇന്ന് ആകെ ടെൻഷനായിട്ടാ. ഒത്തിരി പെട്ടെന്ന് എന്താ പറയുക, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഡോളറൊന്നും കാണാണ്ടായപ്പോൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പെട്ടെന്ന് ഡോളറൊന്നും കാണിക്കാണ്ടായിട്ടാണ്. അപ്പോൾ അങ്ങനെ ആകെ പേടിച്ചു. എന്താണാവോ വിചാരിച്ച് കുട്ടികൾ അൽമാറ തുറന്നിട്ട് അടക്കട്ടെ കേട്ടോ. അൽമാറ തുറന്ന് ഈ മക്കളെ അടക്കുകയല്ലേ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ വൈറ്റ് സ്റ്റുഡിയോയിൽ എന്താണെന്നറിയില്ല, ഏണിങ്സിൻ്റെ ഒന്നും കാണിക്കാണ്ട് പെട്ടെന്ന് ആകെ ടെൻഷനായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്
പിന്നെ നോക്കുമ്പോൾ ശരിയായി കേട്ടോ. രാവിലെ അങ്ങനെയാണ്, പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ശരിയായത് കേട്ടോ. വൈകുന്നേരം ഇടയിൽ ആയപ്പോൾ കറക്റ്റായി. ഞാൻ ആകെ ബേജാറായിട്ടാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു എന്താണ് പറയുക, നമ്മളിപ്പോൾ അത് നോക്കിയിട്ടാണൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ചാനലുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയും. അപ്പം 2 ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും അത് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. എന്തോ പിന്നെ നമുക്ക് പാമ്പ് എഴണ പോലെ എഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഡോളറൊക്കെ കയറുന്നത് കേട്ടോ. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് വ്യൂ ഒക്കെ കുറവല്ലേ, അതിൻ്റേതായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നല്ല ഇനിയിപ്പോൾ കൊടുത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ പണിയുണ്ട്. ഇനിയിപ്പോൾ എന്താ നിസ്കാരം അതും ഒക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കുക. അപ്പത്തിന് റൺഷിമോള് വരും, പിന്നെ കഴിക്കുക, കടന്നുറങ്ങത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ടാറ്റാ. നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.